രജിത്ത്. ഏത് രംഗത്തത്? അല്ല, അതിന് മുമ്പേ തന്നെ ഞാൻ സിനിമയൊക്കെ ചെയ്യുകയാണ്. കോളേജിൽ പഠിച്ചിരുന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ പറ്റിയത്. പക്ഷെ ബിഗ് ബോസിലൂടെയാണ് കൂടുതൽ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം നമുക്ക് വന്നു തുടങ്ങിയത്. അതിലേക്ക് പ്രവേശിച്ചു. ബിഗ് ബോസിൽ സാറിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നില്ല, ഒരുപാട് പേർക്ക് സാറിനൊരു എന്തൊരു വിരോധഭാവം ഉണ്ടായിരുന്നു. അത് സാറ് നല്ലതായിട്ട് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നിന്ന് തുറന്നു പറയുന്നതുകൊണ്ടാണോ ആൾക്കാർക്ക് ഇത്ര സാറിനോട് ഇത്ര ചില ആൾക്കാർക്ക് ദേഷ്യഭാവം ഉണ്ടായിരുന്നു സാറിനോട് തോന്നാൻ കാര്യം എന്താണ്? നമ്മളെ ദൈവം ഉണ്ടെങ്കിൽ ആരുമുണ്ട്, പിശാചുണ്ട്. ദേവന്മാരുണ്ടെങ്കിൽ അസുരന്മാരുമുണ്ട്, അല്ലേ? അപ്പം നന്മയുള്ളവരുണ്ടെങ്കിൽ നന്മയുള്ളവരുണ്ട്. എല്ലാം നന്മകളാണെങ്കിൽ പിന്നെ നന്മയുടെ വില അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഏതെടുത്താലും രണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ഉണ്ട്. നമ്മൾ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരായിരിക്കും. പക്ഷേ കുറേ പേര് ആ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അത് സഹജമാണ്. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടും, എല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെട്ടേ അടങ്ങും എന്ന് വാശിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മളെ അറിയുന്നവർ അറിയട്ടെ. ചിലർ ലേറ്റായിട്ട് അറിയും, കുറേ പേര് നേരത്തെ അറിയും. നമ്മൾ സമൂഹത്തിന് ജനങ്ങൾക്ക് എത്ര നല്ലത് ചെയ്യുന്നു എന്നുള്ളത് വെച്ച് ഒരു നന്മവരം കളിച്ച് നന്നായി തന്നെ പോവുക എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ കാപട്യം ഉണ്ടാകും, കള്ളം ഉണ്ടാകും, അല്ലേ? നല്ലത് ബിഗ് ബോസിലൂടെയാണ് എല്ലാവരും അറിയപ്പെട്ടത്. അവർ സെലക്ട് ചെയ്യും. നമ്മളിപ്പോൾ അതുവരേക്കും ചാനൽ ചർച്ചകളിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നു, കൗൺസിലിംഗ് ഷോകളുണ്ട്, ചർച്ചകളിലുണ്ട്. നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടിയൊക്കെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ വന്നിട്ട് ആ കാറ്റഗറിയിൽ എനിക്ക് നയിക്കുന്നത് വിദ്യാഭവനാണ്. കാലടി ശങ്കര കോളേജ് വിദ്യാഭവനം പരിസരം ചെയ്തിട്ടാണ് വീട് പോയത്. പഠിച്ചത് ഒക്കെ തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പഠിച്ചു. 5 യൂണിവേഴ്സിറ്റി, കേരള 5 യൂണിവേഴ്സിറ്റിയാണ്. ഒരു 6-7 ഡിഗ്രികളെടുത്തു. പിന്നെ ഒരെണ്ണം സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് പരീക്ഷ എഴുതാൻ പറ്റിയില്ല. അതിന് മുമ്പ് വരെ പഠിച്ചു. കാരണം സാഹചര്യങ്ങൾ പറ്റി. അന്ന് ഒരു ചെറിയ വരുമാനത്തിൽ സൈക്കോളജിസ്റ്റ് സീരിയൽ ഇപ്പോൾ ഇല്ല. എന്നാൽ മണിമുത്ത് എന്ന് പറയുന്ന സീരിയലിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കുറച്ച് സീരിയൽ ചെയ്തു, കുറച്ച് സിനിമകളാണ് ചെയ്ത് വരുന്നത്. അപ്പം അത് ചാരിറ്റിക്ക് വേണ്ടിയാണ്. എനിക്ക് ഏറ്റവും മെയിനായിട്ടും ചാരിറ്റിയാണ്. ഞാൻ വൃദ്ധസദനങ്ങളെയും അതുപോലെ പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികളെയും പിന്നെ അച്ഛനില്ലാതെ അമ്മ വളർത്തുന്ന നന്നായി പഠിക്കുന്ന സാമ്പത്തികം ഇല്ലാത്ത കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്ക് ഈ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് രോഗം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സാ സഹായം കൊടുക്കുക. അങ്ങനെ ഒരു ചെറിയ അണ്ണാറക്കണ്ണനും തന്നാലായ എന്ന് പറയുന്നതിന് ഒരു ചെറിയ ചാരിറ്റി സാമൂഹ്യ പ്രവർത്തനം. എൻ്റെ ഫാമിലി ഞാനും ദൈവവും പിന്നെ ലോകം മുഴുവനും നിങ്ങൾ ഉൾപ്പെടാം എല്ലാവരും നമ്മുടെ ഫാമിലി സന്തോഷമാണ്. അല്ല, വിവാഹം കഴിക്കാൻ ആലോചനകൾ പലരും പല രീതിയിൽ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും. താല്പര്യം തൽക്കാലം ഇപ്പോൾ ഇല്ല. ഇല്ല, സഹോദരങ്ങളില്ല. ഞാനും ദൈവമാണല്ലേ ഞാനും. ഫാദറില്ല, മദറില്ല, ഭാര്യയില്ല, മകനില്ല, മകളില്ല, കാമുകിയില്ല, ലവറില്ല. ഏത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പറയാം. ഞാനും ദൈവം. നിങ്ങളെങ്ങനെയൊക്കെ ചോദിച്ചാലും അത്രയേ ഉള്ളൂ. ഞാൻ വീട് ആറ്റിങ്ങിലാണെങ്കിലും എറണാകുളത്തൊരു ഹോസ്റ്റലിലാണ് ഞാൻ നിൽക്കുന്നത്, മെൻസ് ഹോസ്റ്റൽ. അവിടെ പിന്നെ 22 മുറികളുണ്ട്. അപ്പോൾ എല്ലാ മുറികളിലും ഓരോരോ ആൾക്കാരുണ്ട്. കമ്പനി അങ്ങനെ പോകും. പിന്നെ വർക്കുകളുടെ പുറകെ പോകും. ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് പോകും. ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ 18ാമത്തെ സിനിമയാണ്. ഒരു കെട്ടുകഥയിലൂടെ റോഷൻ കോന്നി ഡയറക്റ്റ് ചെയ്യുന്നു. മനോജ് പയ്യോളിയും ഭാസ്കരൻ സാറും നിർമ്മിക്കുന്ന ബഹ്റിനിൽ നിന്നുള്ള ഭാസ്കരൻ സാർ അവർ നിർമ്മിക്കുന്ന ഒരു കെട്ടുകഥയിലൂടെ അതിലൊരു ശ്രദ്ധേയമായ ക്യാരക്ടർ ചെയ്യുന്നതാണ്. ഞാൻ സെൻട്രൽ ക്യാരക്ടറായ ചില സിനിമകൾ വരുന്നുണ്ട്. സെൻട്രൽ ക്യാരക്ടറായ കെട്ടുകാഴ്ച എന്നാണ് സുരേഷ് തിരുവല്ല ഡയറക്റ്റ് ചെയ്ത കെട്ടുകാഴ്ച വരുന്നത്. സൂപ്പർ ജിമ്മി എന്ന് പറഞ്ഞ അനൂപ് പുരുഷോത്ത് സംവിധാനം ചെയ്ത മലയാറ്റൂർ രാജേഷ് നിർമ്മിച്ച സൂപ്പർ ജിമ്മി, അതിൽ മീനാക്ഷിയാണ് നായിക. അതിൽ നല്ലൊരു ശ്രദ്ധേയമായൊരു വേഷം കിട്ടുന്നു. പിന്നെ ഒരു
ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫിലിം അത് ചെയ്തു. പിന്നെ സ്വപ്നസുന്ദരി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ബിഗ് ബോസ്കാരൻ ജിൻഡോയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പടം വരുന്നുണ്ട്. അതിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് സെൻട്രൽ ക്യാരക്ടറാണ്. അങ്ങനെ കുറച്ചൊന്നും വരാനുണ്ട്. കുറച്ചൊന്നും ഇറങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചാരിറ്റിക്ക് വേണ്ടി കൂടുതൽ സിനിമകൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ നടക്കുന്നു. കാരണം കിട്ടുന്നത് ഭാര്യയ്ക്ക് മക്കൾക്കും കൊടുക്കണ്ടല്ലോ. സമൂഹത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ മതിയല്ലോ. ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഏത് ക്യാരക്ടറും ഞാൻ ചെയ്യും. കാരണം കോളേജ് പഠിക്കുമ്പോഴേ കുറേ കലാപർശനങ്ങളുണ്ടായി. പിന്നെ ഈ ഇടയ്ക്ക് കുറേ ഗ്യാപ്പ് പോകും. അതാണ് കെട്ടുകാഴ്ച എന്ന് പറയുന്നത് സിനിമ. അതുപോലെ തന്നെ ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്നത് സിനിമ. കെട്ടുകാഴ്ചയിൽ നായിക നായികയുടെ പേര് ഞാൻ വിട്ടുകൊണ്ടോ, സരിത രാജ്, പാട്ടുകാരി, ചിത്ര ചേച്ചിയെ പോലെ പാടുന്ന പാട്ടുകാരിയായ സരിത രാജ്. പിന്നെ ഒരു ജൂനിയർ പെൺകുട്ടിയുണ്ട്, അതിൻ്റെ പേര് ഞാൻ അല്ലല്ല, അതിപ്പോൾ സീരിയലിലും സിനിമയിലും ഒക്കെ ഇങ്ങനെ ഓരോരോ കെട്ടുകൾ വരാൻ. ഇപ്പോൾ ഞാൻ 2-3 കല്യാണം ഇപ്പോൾ നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് അതാ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് ഏഷ്യാനെറ്റിലൊരു സീരിയൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വിവാഹം ഉണ്ടായിരുന്നു, വേറൊരു വർക്കിലൊരു വിവാഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ബിഗ് ബോസിൽ അങ്ങനെ കെട്ടാനായിട്ടിരിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് അതിനകത്ത് ദയാശ്വതി എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ മത്സരിച്ച ആഴ്ചയിൽ പെൺകുട്ടിയാണ്. ഞാൻ നല്ല ഫ്രണ്ട്സാണ്, അത്രേ ഉള്ളൂ. അവർ ദുബായിൽ വർക്ക് ചെയ്യുന്നു. അവർക്കൊക്കെ കുടുംബമുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. അങ്ങനെയൊക്കെ ചെന്ന് ചിലർ പറഞ്ഞു വരുന്നത്. അതിനൊക്കെ ബിഗ് ബോസിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടുന്ന പ്രചോദനങ്ങൾ കൊടുക്കുകയും അവരെ സ്ട്രേറ്റ് ആയിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാറ് മാത്രമേ അതിനകത്ത് മുൻകൈ എടുത്തിട്ട് വരുന്നു. ഒരുപറ്റ ആൾക്കാർക്ക് സാറിനോട് വിരോധമായിരുന്നു, എന്നാൽ ഒരുപറ്റ ആൾക്കാർ സാറിനെ ആരാധിക്കുന്നുണ്ടായിരുന്നു. സാർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ സാറിനോട് മറ്റുള്ള വെളിയിലുള്ള ആൾക്കാർ എങ്ങനെയാണ്? ഭയങ്കര സ്നേഹമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ചരിത്ര സംഭവമല്ലേ, ബിഗ് ബോസ് സീസൺ 2 കഴിഞ്ഞ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങുമ്പോൾ രാത്രിക്ക് കൊറോണ സമയത്ത് പോലും ആയിരക്കണക്കിന്, 10,000 എന്ന് വേണം പറയാൻ, ആയിരക്കണക്കിന് കുട്ടികൾ, പ്രായമുള്ളവർ, അമ്മമാർ, അച്ഛന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, അങ്ങനെ ഒത്തിരി പേരാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതിനൊരു ഭയങ്കര സ്നേഹമാണ്. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ്. നമസ്കാരം സാറേ.